വീണ്ടും കുട്ടികളെ വിഷമത്തിലാഴ്ത്തിക്കൊണ്ട് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്ക്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് സ്വകാര്യ ബസ്സുകളുടെ പണിമുടക്കിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവധി ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സ്വകാര്യ ബസ് സംഘടനകൾ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും സമരത്തിനൊരുങ്ങുന്നത്. ഗതാഗത സെക്രട്ടറിയുമായിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും ബസ് ഉടമകളും ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ ഇതുവരെ പരിഹാരം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബസ് സമരത്തിലേക്ക് നീങ്ങുന്നത്. നിലവിൽ ഇതുവരെ എന്നാണ് ബസ് സമരം പ്രഖ്യാപിക്കുന്നതെന്ന് ഒഫീഷ്യലായിട്ടുള്ള തീയതി ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്തൊക്കെയാണ് 2 ദിവസത്തിനുള്ളിൽ അറിയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ മാസം ഇത് 2ാം തവണയാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുന്നത്. എന്തൊക്കെയാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികളുടെ പഠനത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. എന്തൊക്കെയാണ് കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ ഇവരുടെ ഒഫീഷ്യൽ അറിയിപ്പുകൾക്കായിട്ട്. അതോടൊപ്പം തന്നെ മഴ സംബന്ധിച്ചുള്ള അവധി അപ്ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ മഴയുടെ അളവ് കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ട്. മഴ കുറഞ്ഞതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ റെഡ് അലർട്ടുകളും ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പിൻവലിച്ചിട്ടുണ്ട്. നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുക ഗ്രീൻ അലർട്ടാണ്. എന്തൊക്കെയാണ് ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ അവധി അപ്ഡേറ്റുകൾ ആകും തന്നെ അറിയാൻ വേണ്ടി. നിങ്ങളുടെ ജില്ലകളിൽ മഴ എത്രത്തോളം ശക്തമാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അതോടൊപ്പം സ്വകാര്യ ബസ്സുകൾ നടത്താൻ പോകുന്ന പണിമുടക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.